ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ ഫർണിച്ചർ റീസ്റ്റോറേഷനാണ്. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 100-150 വർഷം പഴക്കമുള്ള ഒരു ആൻറ്റിക് ടേബിളാണ്. ടീക്ക് വുഡാണ്. തെക്കൻ തടിയിലുള്ള പഴയ ടേബിളാണ്, പഴയ സ്റ്റൈൽ ടേബിളാണ്. നല്ല നീളവും വീതിയുള്ള ടേബിളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടേബിളാണ്. കാരണം നമുക്ക് റീഡിങ്ങിനൊക്കെ വിശാലമായി ഇരുന്ന് ചെയ്യുന്നതിൻ്റെ ഒരു ഫീലുണ്ടല്ലോ. അതായത് നമുക്ക് ആ ഒരു പ്ലെൻറ്റി ഓഫ് സ്പേസ് എന്നുള്ളപ്പം കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അങ്ങനെ കിട്ടുന്നൊരു ടേബിളാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ടേബിളാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന അതിൽ കാര്യമായ റീസ്റ്റോറേഷൻ ഒന്നുമില്ല. ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിന് 2 വലിയ ഡ്രോയേഴ്സ് ഉണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു ഫീച്ചർ. നല്ല ഫുൾ ലെങ്ത്തിലുള്ള ഡ്രോയേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിൽ വെക്കാൻ പറ്റും. ബുക്സ് വേണമെങ്കിൽ വെക്കാം, പേപ്പേഴ്സ് വെക്കാം, എല്ലാ കാര്യങ്ങളും അതിൽ വെക്കാം. അപ്പോൾ നിലവിൽ ഇതിനുള്ള ഇതെന്ന് പറഞ്ഞാൽ പഴയ ടൈപ്പ് ഒരു ഹാൻഡിലും പിന്നെ പഴയ ടൈപ്പ് ലോക്കായിരുന്നു. അപ്പോൾ ആ ലോക്ക് ഓൾമോസ്റ്റ് പോയി. ഇപ്പം നമുക്ക് ഡ്രോയേഴ്സിൻ്റെ ലോക്ക് വർക്കിംഗ് അല്ല. തുരുമ്പൊക്കെ വെച്ച് അത് പോയി, അത് ഫുൾ ജാമായിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് മെയിനായിട്ട് ചെയ്യുന്ന അതിന് ഒരു പുതിയ സ്റ്റൈൽ ഒരു ലോക്ക് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഡ്രോയർ. ഓക്കെ, അത് ഞാൻ 2 എണ്ണത്തിൽ പിടിപ്പിക്കുന്നില്ല. ആദ്യം ഒരെണ്ണത്തിൽ പിടിപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. നമുക്ക് സ്മൂത്ത് ഫീലിംഗ് കിട്ടുന്നുണ്ടോ വിത്തൗട്ട് അതിൻ്റെ ഇപ്പോഴത്തെ ലുക്കും ഇതും പോവാത്ത രീതിയിൽ, എഫക്റ്റ് ആവാത്ത രീതിയിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഒരു സിമ്പിൾ സ്മോൾ റീസ്റ്റോറേഷനാണ്. ഓക്കെ, ഇങ്ങനെയാണ് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് ഇത് കാണുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ടേബിളാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ലോക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ടൈറ്റ് ചെയ്തിട്ട്